ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ് അഥവാ നമ്മുടെ മധ്യകാല ഇന്ത്യയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലനേഷൻ. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിലെ എക്സ്പ്ലനേഷനും ആക്ടിവിറ്റിയും കൂടെ നമ്മൾ ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. റെഡിയാണോ? ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ചിട്ടായിരുന്നു. മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തി പ്രസ്ഥാനം എങ്ങനെയായിരുന്നു ദക്ഷിണേന്ത്യയിൽ എന്നുള്ളത്. അതേ ഒരു അവസ്ഥ തന്നെയായിരുന്നു സ്ത്രീകൾക്കിടയിലും ഉണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് ഒന്നിനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അവരെ അംഗീകരിക്കാനോ പരിഗണിക്കാനോ ആരും തയ്യാറായിരുന്നില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭക്തി പ്രസ്ഥാനം നിലവിൽ വരുന്നതും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും പരിഗണന കൊടുക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ കീർത്തനങ്ങളും ഗീതങ്ങളും ഒക്കെ രചിക്കാനും അത് പാടാനുമൊക്കെ തുടങ്ങി. രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അവർ ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി. മീരാബായി രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ സ്ത്രീ സാന്നിധ്യത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മീരാബായി എന്ന് പറയുന്നത്. അവർ രാജസ്ഥാനിലെ ചിത്തോറിലായിരുന്നു. അവർ രാജകുമാരിയായിരുന്നു. ആ ഒരു സുഖസൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചാണ് അവർ ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ത്രീ സാന്നിധ്യമാണ് നമ്മുടെ തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന ഭക്തകവയിൽ ത്രിമാരായിരുന്ന കാരക്കൽ അമ്മയാർ എന്ന് പറയുന്നത്, ആണ്ടാർ എന്നിവരും. തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് അവരും രചിച്ചിരുന്നത്. അതുപോലെ തന്നെ വീരശൈശവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി എന്ന് പറയുന്നത്. സ്ത്രീകൾ നേരിടുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം വഹിക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിലെ ഭവിനാബായി, സൈറാബായി, കാശ്മീരിലെ ലാൽ ദേദ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന നൽകിയവരാണ്. അപ്പോൾ ഇവരൊക്കെയായിരുന്നു ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട സ്ത്രീ സാന്നിധ്യം എന്ന് പറയുന്നത്. ഇനി ഇതിന് താഴെയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ മീരാബായി, അക്ക മഹാദേവി തുടങ്ങിയവരുടെ പങ്ക് എത്രത്തോളം സഹായകമാണെന്ന് ചർച്ച ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാമെന്ന് നോക്കാം. രാജസ്ഥാനിലെ ചിറ്റൂരിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. അവർ ജീവിത സൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വന്നു. വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ ചർച്ചകൾ നടത്തുകയും അതിന് നേതൃത്വം വഹിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കാരക്കൽ അമ്മയാർ, ബഹിനാബായി, സേരാബായി, കാശ്മീരിലെ ലാൽദേദ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവനകൾ നൽകിയവരാണ്. അടുത്തത് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ദൈവത്തിലേക്കുള്ള ഒരു സമർപ്പണമാണല്ലേ. എന്നാൽ പിൻകാലത്ത് ഇന്ത്യയുടെ സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തി പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭക്തി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു. കാരണം അന്ന് ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിച്ചിരുന്നത് താഴ്ന്ന ജാതിക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭക്തി പ്രസ്ഥാനം വന്നതോടുകൂടിയിട്ട് അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ മുൻപന്തിയിലേക്ക് ഇറങ്ങിയത്. ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു. തൽഫലമായി സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി. അനുഭവ മണ്ഡപത്തിലെ ചർച്ചകളിൽ സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. അതിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുകയും അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ സംശയങ്ങളെ സാധൂകരിക്കാനും ഒക്കെ ഈ ഒരു അനുഭവ മണ്ഡപത്തിലൂടെ സാധിച്ചിരുന്നു. അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ കഴിഞ്ഞതും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇനി
നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാഠഭാഗത്ത് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമാണ്. ഒന്ന് ഭക്തി പ്രസ്ഥാനം, മറ്റൊന്ന് സൂഫി പ്രസ്ഥാനം. ഇനി എന്താണ് സൂഫി പ്രസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഖിൽജി അമീർ ഖുസ്രുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല. അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം. എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു. ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി. ഗാൻഹാലിലെത്തിയ രാജാവ് ഷെയ്ഖിനെ കാണാനാകാതെ ഖുസ്രുവിനോട് ദേഷ്യപ്പെട്ടു. നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നുവല്ലേ? ഖുസ്രു മറുപടി പറഞ്ഞു. രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ. പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാനന്തര ജീവിതം തന്നെയാകും എനിക്ക് നഷ്ടമാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് അന്ന് നടന്ന ഒരു കഥയുടെ ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. മരണത്തെ ഭയപ്പെടാത്ത ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ സംഭവ കഥ നമ്മോട് പറയുന്നത്? അതുതന്നെയാണല്ലേ. മറ്റെന്തൊക്കെ കാര്യയിൽ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഗുരുവാണ് ദൈവം എന്നുള്ള ഒരു സന്ദേശം നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. അതിനുള്ള ഒരു വഴി ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വാര്യന്മാർ കരുതി. സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു. ഇനി സൂഫിസം എന്ന പദം ഉണ്ടായത് കബിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ശുദ്ധി എന്നാണ്. സെഫി എന്ന വാക്കിൽ നിന്നോ ആണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി മനുഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. നമ്മൾ പറഞ്ഞു ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കിടയിലായിരുന്നു കൂടുതൽ പ്രചാരത്തിലുണ്ടായിരുന്നത്. എന്നാൽ സൂഫിസം എന്ന് പറയുന്നത് ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടായിരുന്നു നിലവിൽ വന്നിരുന്നത്. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫിസം ഉയർന്നു വന്നത്. കാരണം ഈ ഒരു ആഡംബരം, സമ്പത്ത്, അധികാരം ഇതൊന്നും ലൗകികപരമായിട്ടോ അല്ലെങ്കിൽ അതൊന്നും ആഡംബരമായിട്ടോ അല്ലെങ്കിൽ അത് മറ്റുള്ളവരുടെ ഇടയിൽ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കാനുള്ള ഒന്നായിട്ടോ കാണരുത് എന്നുള്ള ഒരു തത്വം കൂടെയാണ് സൂഫിസത്തിലൂടെ വന്നിട്ടുണ്ടായിരുന്നത്. 12-ാം നൂറ്റാണ്ടോടെ ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നു. സിൽസിലകൾ എന്നറിയപ്പെടുന്ന 12 സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി, സുഹ്രവർദി എന്നീ സിൽസിലകളിലായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകി ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് വിളിച്ചിരുന്നത്. നോട്ട് ചെയ്യുക, സൂഫി ഗുരുവിനെ പീർ അല്ലെങ്കിൽ ഷെയ്ഖ് എന്നും അനുയായികളെ മുരീദ് എന്നുമാണ് വിളിച്ചിരുന്നത്. സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഗാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു. സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേകം ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് ഖവാലികൾ എന്ന് പറയുന്നത്. ഇന്നും ഈ ഖവാലികൾ നിലനിൽക്കുന്നുണ്ട്. സുൽത്താനത്ത് മുഗൾ കാലഘട്ടത്തിൽ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ സൂഫികൾക്ക് സാധിച്ചിരുന്നു. ഇനി പ്രധാനപ്പെട്ട സൂഫി വാര്യന്മാരും അവരുടെ പ്രദേശങ്ങളുമാണ് തന്നിട്ടുള്ളത്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി എന്ന് പറയുന്നത് സിൽഹറ്റ് കേന്ദ്രമായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി കേന്ദ്രമായിട്ടായിരുന്നു. ഖ്വാജ മൊയ്യുദ്ദീൻ ചിസ്തി അജ്മീർ കേന്ദ്രമായിട്ടായിരുന്നു. ഓക്കെ, ഇനി ഇതിന് താഴെയുള്ള ചോദ്യം: സൂഫി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു ഫ്ലിപ്പ് ബുക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ഫ്ലിപ്പ് പേജ് മാതൃകയിൽ തയ്യാറാക്കൂ. ഇവിടെ ഒരു ഫ്ലിപ്പ് പേജ് തന്നിട്ടുണ്ട്. ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികളെ. ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗം ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വാര്യന്മാർ കരുതി. ഇനി നമുക്ക് 2-3 പോയിന്റും കൂടെ എഴുതി നോക്കാം. ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നവരാണ് സൂഫി ഗുരുക്കന്മാർ. സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങൾക്ക് എതിരെ സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നു. അപ്പോൾ ഈ 3 പോയിന്റ് നിങ്ങൾക്ക് ആ ഒരു ഫ്ലിപ്പ് ബുക്കായിട്ട് എഴുതാവുന്നതാണ്. അടുത്തതായിട്ട് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയ പ്രചാരണം നടത്തിയത്. അഥവാ തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഭക്തി കാവ്യങ്ങൾ രചിക്കപ്പെട്ടു. അത് സൂഫിസത്തിലായിക്കോട്ടെ ഭക്തി പ്രസ്ഥാനത്തിലായിക്കോട്ടെ രണ്ടിലും ഒരേപോലെയായിരുന്നു. പ്രാദേശിക ഭാഷകൾക്ക് അവർ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. എന്തുകൊണ്ടായിരുന്നു?
നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ, സാധാരണക്കാരാണ്, അവർക്ക് വേറെ ഏതെങ്കിലും ഒരു ഭാഷ മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പ്രാദേശിക ഭാഷകൾ വളരെയധികം വളരുകയും ചെയ്തു. കൂടാതെ പ്രാദേശിക ഭാഷകളിൽ ധാരാളം സാഹിത്യകൃതികൾ ഉണ്ടായിരുന്നു. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഉദാഹരണമാണ്. ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു. കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്തിരുന്നു. പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന കൃതികളും അവരുടെ രചയിതാക്കളും ഇവിടെ തന്നിട്ടുണ്ട്. കൂട്ടുകാർ അത് വായിച്ച് മനസ്സിലാക്കുക. ഇനി ഇതിന് താഴെയുള്ള ചോദ്യം: പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തിപ്രസ്ഥാനം സഹായകമായത് എങ്ങനെയാണ്? കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയായിരുന്നു ഭക്തിപ്രസ്ഥാനത്തിലൂടെ പ്രാദേശിക ഭാഷകൾ വളർന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ എഴുതേണ്ടത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിനും അവരിൽ ആശയങ്ങൾ പ്രചാരണം നടത്താനും വേണ്ടി ഭക്തി സൂഫി പ്രചാരകർ പ്രാദേശിക ഭാഷകളിലാണ് ആശയവിനിമയം നടത്തിയിരുന്നത്. ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് കാരണമായി. പ്രധാനമായും തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ധാരാളം ഭക്തികാവ്യങ്ങൾ രചനകളും ഉണ്ടായി. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് കാരണമായി. മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. ഇതെല്ലാം നടന്നത് ഈ ഒരു സമയത്തായിരുന്നു. അടുത്തത് നോക്കൂ, ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനമാണ്. ഭക്തി സൂഫി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായി സമൂഹത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിക്കാണും? തന്നിരിക്കുന്ന ചിത്രീകരണം ശ്രദ്ധിക്കൂ. 1. ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം, മതസഹിഷ്ണുത. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്തൊക്കെ എഴുതാം? നമ്മുടെ ജാതീയതക്കെതിരെയുള്ള മനോഭാവം അല്ലേ, അതുപോലെ തന്നെ മതസഹിഷ്ണുത, അതുപോലെ ഒരു സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ഇനി മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ കടുത്ത ഉച്ചനീചത്വങ്ങളും സാമൂഹികാസമത്വങ്ങളും നിലനിന്നിരുന്നു. നമുക്കറിയാവുന്നതാണല്ലേ, അക്കാലത്തെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം മോശമായ രീതിയിലായിരുന്നു നിലനിന്നിരുന്നത്. വ്യത്യസ്ത മതങ്ങളിലെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ഈ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. വിവിധ ജാതി മതവിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് സഹവർത്തിത്വത്തോടെ കഴിയാൻ ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനം സഹായകമായി. ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത തുടങ്ങിയവ ഭക്തി സൂഫി ആശയങ്ങളുടെ പ്രേരണയിൽ നിന്ന് രൂപം കൊണ്ടവയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതൊക്കെയായിരുന്നു അന്ന് ഈ രണ്ട് പ്രസ്ഥാനത്തിലൂടെയും രൂപം കൊണ്ടിട്ടുണ്ടായിരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്. ഏകദൈവ വിശ്വാസം, സാഹോദര്യം, സാമുദായിക സഹവർത്തിത്വം, നാനാത്വത്തിൽ ഏകത്വം, തുല്യത, ഇത്തരത്തിലുള്ള ആശയങ്ങൾ തന്നെയായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. ഇനി തുടർ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം കൂട്ടുകാർ ഒന്ന് ചെയ്യുക. ഇനി നമുക്ക് 3ാമത്തെ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.